ഡോ! എൻ്റെ വിളിയിൽ അയാളൊന്ന് ഞെട്ടി. പതിയെ ആദ്യത്തെ അമ്പരം മാറി സ്ഥായിഭാവമായ പുച്ഛം ആ മുഖത്ത് സ്ഥാനം പിടിച്ചു. എനിക്ക് കരി കയറി കണ്ണു കാണാൻ മേലാതെയായി. ആ പാവ ഇന്നലെ മുതൽ പനിച്ച് വയ്യാണ്ടിരിക്കുക. അവരുടെ സ്ഥാനത്ത് ഞാൻ വല്ല ആയിരുന്നെങ്കിൽ തനിക്ക് വല്ല വിഷമൊക്കെ ഇറക്കി തന്നേനെ. ഞാൻ ആ കവിളിലൊന്ന് പൊട്ടിച്ചു, നല്ല സ്റ്റൈലായി തന്നെ. അയാളുടെ കവിളിനോടൊപ്പം എൻ്റെ കൈയും ചെറുതായിട്ടൊന്ന് പുകഞ്ഞിരുന്നു. നാണുണ്ടോ തനിക്ക്? പെറ്റ തള്ളയുടെ ദണ്ണം കാണാൻ കഴിയാൻ തനിക്കൊക്കെ പോയി ചത്തൂടെടോ. ഞെട്ടിയത് അയാളും ദേവിയമ്മയും മാത്രമായിരുന്നില്ല, സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്ന ഞാനും കൂടിയായിരുന്നു. അടുത്ത നിമിഷം കാലൻ എന്നെ കൊല്ലുമോ എന്ന ഭയം കൊണ്ടാവും ദേവിയമ്മ ഓടി വന്ന് എൻ്റെ മുമ്പിൽ കയറി നിന്നു. എൻ്റെ ദേഹം പൂക്കുല പോലെ വിറക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. അടികൊണ്ട കവിളിൽ കൈവച്ച് നിൽക്കുന്നവനെ പാളിയെ നോക്കിയതും ഞാനൊന്ന് ഉമിനീരിറക്കി പതിയെ ശ്വാസമെടുത്തു. പക്ഷെ അടുത്ത നിമിഷം എന്നെയും ദേവിയമ്മയും ഞെട്ടിച്ചുകൊണ്ട് കാറ്റുപോലെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇടിച്ചിടിച്ച് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ച ഹൃദയം ഒന്ന് സ്പീഡ് കുറച്ചു. ഞാൻ അങ്ങനെ തന്നെ നിന്നു തെല്ലു നേരം. എനിക്ക് എന്താണ് പറ്റിയെന്ന മട്ടിൽ എന്നെ നോക്കുന്ന ദേവിയമ്മ പറഞ്ഞു, മോള് ചെല്ല്, അവൻ്റെ സ്വഭാവമൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി എന്തുണ്ടായാലും താഴേക്ക് ഇറങ്ങേണ്ട. എൻ്റെ ഉള്ളിൽ അന്ന് മുഴുവൻ തപ്പാങ്കൂത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കും, കാലം വരുന്നുണ്ടോ എന്ന്. കാലൻ കുടിച്ച് മതോന്മത്തനായി വരുന്നു. വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്നു. എന്നെ ചവിട്ടിക്കൂട്ടുന്ന സ്വപ്നം കണ്ട് നിലവിളിച്ചുണർന്ന് എനിക്ക് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒന്നും വേണ്ടായിരുന്നു, പുല്ല്. ആരാൻ്റെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടാൻ പോകാത്ത ഞാനാണ്. പക്ഷെ ദേവിയമ്മ, അവരെനിക്കെന്തോ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കാലനന്ന് വന്നില്ല. ഏത് നിമിഷം അയാളുടെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പേടിച്ചാണ് ഞാനന്ന് സ്കൂളിലേക്ക് പോയതും വന്നുമല്ല. പിറ്റേന്ന് കാലം ലാൻഡ് ചെയ്തറിഞ്ഞ് സ്കൂളിൽ ലീവ് പറയാൻ മൊബൈൽ കയ്യിലെടുത്തപ്പോഴാണ് അയാൾ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടത്. തിരികെ വന്നിട്ട് അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ദേവിയമ്മയും തെല്ലൊരു അതിശയത്തോടെയാണ് പറഞ്ഞത്. ഇവൻ എന്താ ഇങ്ങനെയായി പോയതെന്ന് എനിക്കും അറിയത്തില്ല മോളെ. അവൻ്റെ അച്ഛൻ എന്നോട് ചെയ്യാത്ത ദ്രോഹമില്ല, ഉള്ളതൊക്കെ നശിപ്പിച്ചു. കുടിച്ച് നടന്ന് ജോലിയും പോയി. 1 രൂപ പോലും കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങാനായി തരത്തില്ലായിരുന്നു. കുഞ്ഞുങ്ങളെ പട്ടിണിക്ക് ഇടാനാവാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടുവേലക്ക് പോയത്. അതിൽ നിന്നും അയാൾ തട്ടിപ്പറിച്ചെടുക്കും, കുടിക്കാൻ വേണ്ടി. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിക്കും. കുഞ്ഞുങ്ങളെപ്പോലും കഴിക്കാൻ സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് ഇട്ടേച്ചു പോകാൻ മേലായിരുന്നോ? അവരൊന്ന് ചിരിച്ചു. അന്നത്തെ കാലല്ലേ മോളെ. കെട്ടിച്ച് വിട്ട ബാധ്യത തീർന്നെന്ന് കരുതുന്നവരോട് കിട്ടിയ ജീവിതത്തിൻ്റെ ഭംഗിക്കുറവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലായിരുന്നു. ആരും തുണക്കില്ല. അവർ കരയുക തന്നെയായിരുന്നു. എന്നാണ് ഈ സ്ത്രീയുടെ കണ്ണീരൊന്ന് തോരുക. ഞാൻ അവരെ ചേർത്ത് പിടിച്ചു. ഭർത്താവെന്ന് പറയുന്നവൻ തന്നോടും കുഞ്ഞുങ്ങളോടും ചെയ്തിട്ടുള്ള ക്രൂരതകൾ ഓരോന്നായി പറയുമ്പോൾ അവർ കരയുകയായിരുന്നു. ഒരു മനുഷ്യജന്മത്തിൽ അനുഭവിക്കാവുന്നതിലധികം അനുഭവിച്ചവർ. ആരോടും പറയാതെ ഉള്ളിലൊതുക്കിയ നൊമ്പരങ്ങൾ കേട്ടു നിൽക്കാൻ പോലും എനിക്കാവുന്നില്ലായിരുന്നു. ഞാനും കരഞ്ഞിരുന്നു എപ്പോഴൊക്കെയോ. ആനി അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും അനുഭവിച്ചിട്ടില്ല മോളെ. അവന് ഏറ്റവും ഇളയതായിരുന്നല്ലോ. അരവിയും അവൻ്റെ ഇളയവനും ചെറിയ ജോലിക്കൊക്കെ പോവുമായിരുന്നു. അനിയനെ പ്രാണനായിരുന്നു രണ്ടുപേർക്കും. അവൻ എന്താവശ്യപ്പെട്ടാലും ചേട്ടന്മാർ സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അവനു വേണ്ടി അവരുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെക്കും. അച്ഛൻ്റെ ക്രൂരതകളും പൂർണ്ണമായിട്ടൊന്നും അവൻ അറിഞ്ഞിട്ടുമില്ല. ഇതൊക്കെ അയാളുടെ പ്രവൃത്തികൾ ന്യായീകരിക്കാനുള്ള കാരണങ്ങളാണോ അമ്മേ? എനിക്ക് അയാളുടെ കാര്യം അടങ്ങിയിട്ടില്ലായിരുന്നു. അമ്മ അവനെ ന്യായീകരിച്ചല്ലേ കുഞ്ഞെ. അരവി അവൻ്റെ അച്ഛനെ പോലെ ആവാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ അനി അവൻ്റെ അച്ഛനെ കണ്ട് പഠിച്ചു. രണ്ടാമത്തെയാൾ അവരുടെ മുഖം മങ്ങി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാണ് പറഞ്ഞത്, അയാൾക്ക് അനിയെ ഇഷ്ടമല്ലായിരുന്നു. അയാളുടേതല്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കും. ഒരിക്കൽ അനിയെ ചവിട്ടാൻ തുടങ്ങിയപ്പോൾ അജി മുമ്പിൽ കയറി നിന്നു. ചവിട്ട് മർമ്മസ്ഥാനത്തായിരുന്നു. എൻ്റെ കുഞ്ഞ് അനിയന് വേണ്ടി. അവർ നീങ്ങി. പിന്നെ ആ മുഖമൊന്ന് കല്ലിച്ചു. അതിനുശേഷം കൂടുതൽ ജീവിച്ചിട്ടില്ലായിരുന്നു. പുഴുത്താണ് ചത്തത്. അവരുടെ ആ ഭാവത്തിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്ന് തോന്നിയെങ്കിലും കൂടുതൽ ചെയ്യാൻ നിന്നില്ല ഞാൻ. മകനെ കൊന്ന ഭർത്താവിനെ അവസാനിപ്പിച്ചത് ഒരുപക്ഷെ അവരോ അല്ലെങ്കിൽ ഡോക്ടർ അരവിന്ദനോ ആവാം. ഇതൊന്നും എനിക്കറിയത്തില്ല. അത് തന്നെയാ പ്രശ്നം. അയാൾക്കൊന്നും അറിയില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ലാതെ. ഞാൻ മനസ്സിൽ പറഞ്ഞു. സ്കൂളിൽ പോകാൻ സമയമായതുകൊണ്ട് ദേവിയമ്മയുടെ യാത്ര പറഞ്ഞ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്ന ഞാനൊന്ന് പകച്ചു. പുറത്ത് അടുക്കള ചുമലിൽ ചാരി നിൽക്കുന്ന അയാൾ എനിക്കെന്തോ പുച്ഛം മാത്രമാണ് തോന്നിയത്. അതിനുശേഷം കണ്ടപ്പോഴൊക്കെ മുഖമുയർത്താതെ എന്നെ കടന്നു പോകുന്ന അയാളോട് എനിക്ക് അപ്പോഴും വെറുപ്പ് തന്നെയായിരുന്നു. അനിരുദ്ധനെ പിന്നെ ഞാൻ അങ്ങനെ കാണാറില്ലായിരുന്നു. താഴെയൊന്നും ബഹളങ്ങളൊന്നും കേൾക്കാറില്ല. കൂടി നിർത്തിയെന്നോ ജോലിക്ക് പോകാൻ തുടങ്ങിയെന്നൊക്കെ ദേവിയമ്മ സന്തോഷം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. എനിക്കെന്തോ അത്ര വിശ്വാസം വന്നില്ല. പെട്ടെന്നൊരാൾ അങ്ങനെ മാറും. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ മുറ്റത്തൊരു ബൈക്ക് കൂടി ഇരിപ്പുണ്ടായിരുന്നു. അനിരുദ്ധൻ്റേതാണെന്ന് ദേവിയമ്മ പറയുന്നു കേട്ടു. അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ടെങ്കിലും പരസ്പരം നോക്കാതെ ഞങ്ങൾ കടന്നുപോകും. എന്നാലും എടി, നിന്റെ ഒറ്റയടി കൊണ്ടങ്ങ് നന്നായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
രേവുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്കെന്തോ ചിരിയാണ് വന്ന്. അയാൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടിയേക്കാൾ ഉപരി ദേവിയമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാവും. അയാൾക്ക് വേണ്ടി ജീവൻ തേച്ച സഹോദരനോർത്തും ആവാം. കുട്ടികളാണെങ്കിലും കുറേയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ വളരണം. എടി ലില്ലി, നിന്റെ തല്ലിയിട്ടി പിന്നെ അയാൾക്ക് നിന്നോട് പ്രേമം തുടങ്ങിയോ? ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങവേ എനിക്ക് വണ്ടിക്ക് പിന്നിരുന്ന രേവതി പറഞ്ഞു കേട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അവൾ കാണിച്ചുകൊണ്ടാണ് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിന്മേലിരുന്ന് മൊബൈലിൽ എന്തോ നോക്കുന്ന അനിരുദ്ധനെ ഞാൻ കണ്ടത്. ആള് മിക്കപ്പോഴും നിന്റെ പുറകെ തന്നെ ഉണ്ട് മോളെ. ആര്? അയാളോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അത് നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാ, ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പോകുന്ന വഴിയിൽ ആളുണ്ടാവും. അങ്ങോട്ട് നോക്കാത്തപ്പോൾ ഇങ്ങോട്ട് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒന്ന് പോടി, അവിടെ വരെ കണ്ടുപിടുത്തങ്ങൾ. അതും അയാള്. ചുമ്മാ വിട്ടുകളയണ്ട. ആ കാടൊക്കെ വെട്ടി തെളിച്ചു. ഇപ്പൊ കാണാൻ ചുള്ളനാ. ഇപ്പൊ ജോലിക്കും പോകുന്നുണ്ട്, വീടും ഉണ്ട്, അവിടെ നല്ലൊരു അമ്മയുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം? നിനക്ക് എന്താ പെണ്ണെ? എനിക്കൊന്നും വയ്യ കരിപ്പന്റെ കാന്താരിയാവാൻ. രേവതി ചിരിച്ചു. അങ്ങനെ അങ്ങ് വിട്ടുകളയണ്ടടി. ഡീ പെണ്ണെ, വണ്ടിയിൽ നിർത്തി ദൂരെ കളഞ്ഞാൽ ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അത് വെച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. ഇപ്പൊ ഒരു മാറ്റമൊക്കെ ഉണ്ട്, എന്നാൽ അയാളുടെ സ്വഭാവം പൂർണ്ണമായി മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. രേവുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഞാനും ശ്രദ്ധിച്ചിരുന്നു. പലപ്പോഴും വഴിയരികിൽ നിന്ന് എനിക്ക് നേരെ നീളുന്ന ആ മിഴികൾ. ഞാൻ നോക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ മാത്രം എന്നെ തേടി വരുന്നവേ. പക്ഷെ നേരെ കാണുമ്പോൾ ആൾ നോക്കാറേയില്ല. അഥവാ കൺമുമ്പിൽ എപ്പോഴെങ്കിലും പെട്ടുപോയാൽ ആ പഴയ പുച്ഛഭാവം തന്നെയായിരിക്കും മുഖത്ത്. ഒരു ദിവസം ഇന്ന് അനിരുദ്ധന്റെ പിറന്നാളാണെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് പായസം ദേവ്യം എനിക്ക് നേരെ നീട്ടിയപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കരികിലൂടെ കടന്നുപോയ ആളുടെ മുഖത്ത് ആ സ്ഥായിയായ പുച്ഛഭാവം കണ്ടില്ല. പകരം നേരത്തെ ഒരു ചിരിയുള്ള പോലെ എനിക്ക് തോന്നി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഞാൻ അവിടെ വന്നിട്ട് വർഷം 2 ഒരമ്മയിൽ നിന്ന് എനിക്ക് കിട്ടാത്ത സ്നേഹം മുഴുവൻ ദേവിയമ്മ എനിക്ക് തന്നു. അരവിന്ദ് ഡോക്ടറും ഭാര്യയും കുഞ്ഞുങ്ങളും ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ചെറിയച്ഛൻ ഡോക്ടർ അരവിന്ദിന്റെ ഇളയ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തോ ചിരി വരും. ഞാൻ കളിയാക്കിയാണെന്ന് മനസ്സിലായതുകൊണ്ടോ എന്തോ അയാളുടെ മുഖത്തപ്പോൾ കലിപ്പ് നിറയും. ഉണ്ടക്കണ്ണി എന്ന് പിറവിക്കുന്നത് എപ്പോഴൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ട്. നേർക്ക് നേരെ ഞങ്ങൾ സംസാരിക്കാറേ ഇല്ല. ഇനി അവനൊരു പെണ്ണ് ആലോചിക്കണമെന്ന് ദേവിയമ്മ പറഞ്ഞപ്പോഴും ഞാൻ വെറുതെ ചിരിച്ചതേയുള്ളൂ. പേടിയായിരുന്നു മോളെ. പണ്ടൊക്കെ അവനൊരു പെണ്ണ് കെട്ടാൻ തോന്നരുതെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നെ പോലൊരു പെണ്ണിനെ കൂടി കാണാൻ വയ്യാതിരുന്നുകൊണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഉറപ്പാ, ഇനി എൻ്റെ കുഞ്ഞ് പഴയതുപോലെ ആവില്ല. ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞെങ്കിലും അതിൽ സന്തോഷമായിരുന്നു. അന്ന് സ്കൂൾ വിട്ട് ഞാൻ ടൗണിലേക്ക് പോയി. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. രേവതി അന്ന് ലീവായിരുന്നു. കുറച്ച് വൈകുമെന്ന് ദേവിയമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു. ടൗണിൽ നിന്ന് തിരിക്കുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. വഴിയിൽ വെച്ച് വണ്ടി ഓഫായതും പരിഭ്രമത്തോടെയാണ് ഞാൻ ബാഗിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത്. ഒരു നിമിഷം ആരെയാണ് വിളിക്കേണ്ടതെന്ന് ഓർത്തു നിന്നു. ദേവിയമ്മേ, എൻ്റെ സ്കൂട്ടർ ഓഫായി. ഞാൻ വഴിയില്ല. ഇവിടെ വല്ലച്ചെറിയുടെ അടുത്തുള്ള വളവില. ദേവിയമ്മ അരവിന്ദ് ഡോക്ടറോടൊന്ന് പറയൂ. ദേവിയമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞതിന് മുമ്പ് ഒറ്റ ശ്വാസത്തിൽ ഞാൻ കാര്യം പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും കോള് കട്ടായിരുന്നു. ഇനി ആരെയാണ് വിളിക്കുക എന്നോർത്ത് മൊബൈൽ കയ്യിലെടുക്കുമ്പോഴേക്കും ചാർജ് തീർന്നു. കുറച്ച് സമയം ആ വഴിവക്കിലങ്ങനെ നിന്നപ്പോഴേക്കും എന്നെ ഭയം കീഴ്പ്പെടുത്തി തുടങ്ങിയിരുന്നു. വല്ലപ്പോഴും ഒറ്റക്കും തെറ്റക്കും പോകുന്ന വണ്ടികളിൽ നിന്നുള്ളവർ എന്നെ തുറിച്ചു നോക്കിയെങ്കിലും ആരും ഒന്നും നിർത്താൻ കൂട്ടാക്കിയില്ല. എതിരെ വന്ന ബൈക്കിന്റെ വെളിച്ചം കണ്ണുകളിൽ അടിച്ചതും ഞാൻ മുഖത്തേക്ക് കൈവച്ച് മറച്ചു. ആ ബൈക്ക് എന്നെ തൊട്ടരികിൽ കൊണ്ട് നിർത്തി. അതിലെ ആളെ കണ്ടതും എൻ്റെ മനസ്സിൽ സങ്കടവും സന്തോഷമെല്ലാം നിറഞ്ഞു. അനിരുദ്ധൻ. വെറുതെ മനുഷ്യൻ തീറ്റിരിക്കാനായി ആളെ മെനക്കെടുത്താനെ ഓരോരുത്തേക്ക് ഒരുങ്ങിക്കെട്ടി ഇറങ്ങിക്കോളും. തനിക്ക് തിന്നാൻ ദേവിയമ്മ തീയാണ് തിരുന്നത് എന്ന ചോദ്യം നാവിന് തുമ്പിലോളം വന്നെങ്കിലും അത് വിഴുങ്ങി കവറുകളെടുത്ത് അയാളുടെ ബൈക്കിന് പുറകിൽ കയറി. എന്തായി നിങ്ങളുടെ കല്യാണാലോചനകൾ? അപ്രതീക്ഷിതമായ എൻ്റെ ചോദ്യത്തിൽ ആളും ഞെട്ടിയെന്ന് ഉറപ്പാണ്. എങ്കിലും ഒന്നും മിണ്ടിയില്ല. എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഞാൻ പതിയെ വലത് കൈയെടുത്ത് ആ ചുമലിലേക്ക് വെച്ചു. വണ്ടിയൊന്ന് പാളി. നീ എന്താടി ആളെ ഞെട്ടിക്കാൻ ഇറങ്ങിയാണോ? ഞാനൊന്നും മിണ്ടിയില്ല. പെട്ടെന്നൊരു തോന്നലിൽ ആ ചുമലിലേക്ക് അവളുകൾ ചേർത്തതും അനിരുദ്ധൻ വണ്ടി ബ്രേക്ക് ഇട്ടു. പേടിച്ചു പോയ ഞാൻ അയാളുടെ ദേഹത്തെ ചുറ്റിപ്പിടിച്ചിരുന്നു. എനിക്ക് ദേഷ്യമാണ് വന്നത്. അതേ മനുഷ്യ, കല്യാണം കഴിഞ്ഞ് പഴയ പരട്ട സ്വഭാവം പുറത്തെടുത്താറുണ്ടല്ലോ. നിങ്ങളുടെ അമ്മയെപ്പോലെ എല്ലാം സഹിച്ച് കൂടെ താമസിക്കുന്നൊന്നുമില്ല ഞാൻ. വല്ലതെടുത്ത് തലമുണ്ട് അടിച്ചു പൊട്ടിക്കും, പറഞ്ഞേക്കാം. ആദ്യത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരടക്കി പിടിച്ച ചിരി കേട്ടു. ഇയാൾക്ക് ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ? എന്നിട്ട് നീ തന്നെ നോക്കുകൂടി. ആ നിങ്ങളുടെ കയ്യിൽ പോലെ ഇരിക്കും. പിന്നെ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഈ കാലിനെ തലയിലെടുത്ത് വെക്കാൻ തീരുമാനിച്ച്. എനിക്കെന്നെ ദേവിയമ്മയെ പിരിയാൻ വയ്യ. നീ എൻ്റെ കാലനാവോ പെണ്ണേ? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല മോനെ അനിരുദ്ധ. വണ്ടി വിട്. എൻ്റെ ചുണ്ടിലും ചിരിയുണ്ടായിരുന്നു. ചിരിയോടെ തന്നെ അനിരുദ്ധൻ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ യാത്ര തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ കാലം നമുക്കായി കാത്തുവെക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരെയാവും